ദൈവത്തിന്റെ ഒരു പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആരോഗ്യകരമായ ഒരു ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 58 അധ്യായം 8 വാക്യം. നിങ്ങളുടെ വെളിച്ചം പ്രഭാതം പോലെ പ്രകാശിക്കും, നിങ്ങളുടെ രോഗശാന്തി വേഗത്തിലുദിക്കും, കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ പിൻകാവലായിരിക്കും. ആരോഗ്യം കർത്താവിൽ നിന്നാണ് വരുന്നതെന്നറിയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും രോഗവും ബലഹീനതയും അവനെ കീഴടക്കുമ്പോൾ മാത്രമേ ഒരാൾ ആരോഗ്യത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നുള്ളൂ. ചൂടിൽ തണലിന്റെ മൂല്യം നാം മനസ്സിലാക്കുന്നത് പോലെ രോഗാവസ്ഥയിൽ മാത്രമേ ആരോഗ്യത്തിന്റെ മൂല്യം നമുക്ക് മനസ്സിലാകൂ. ആരോഗ്യമുള്ള പലരും ദൈവത്തിന് നന്ദി പറയാൻ മറക്കുന്നു. എന്നാൽ രോഗം വരുമ്പോൾ അവർ പരാതിപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്കിത്? തന്റെ മക്കൾ നല്ല ആരോഗ്യത്തിലും പൂർണ്ണതയിലും ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം തന്റെ മക്കൾക്ക് ദിവ്യ രോഗശാന്തിയും ദിവ്യ ആരോഗ്യവും വാഗ്ദാനം ചെയ്യുന്നത്. ദൈവിക രോഗശാന്തി ദൈവം രോഗത്തിന് ശേഷം സുഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നു. ദൈവിക ആരോഗ്യം രോഗം പൂർണ്ണമായും തടയപ്പെടുമ്പോൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ ഞാൻ രോഗങ്ങളൊന്നും നിങ്ങളുടെ മേൽ വരുത്തുകയില്ല, കാരണം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് പുറപ്പാട് പുസ്തകം 15 അധ്യായം 26 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവത്തിന്റെ ദാസനായ സൈമൺ സ്റ്റാൻലിയെ പരിഗണിക്കുക. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ 1953 ഒരു വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹം തന്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, വിശ്വസ്തയോടെ നിന്നെ സേവിക്കാൻ എന്നെ സഹായിക്കണമേ. രോഗങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും എന്നെ കാക്കണമേ. ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഏകദേശം 50 വർഷക്കാലം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം ദിവ്യ ആരോഗ്യത്തിൽ ജീവിച്ചു. ആരോഗ്യം ആഗ്രഹിക്കുന്നത് മാത്രം പോരാ, നാം ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. ബൈബിൾ വ്യക്തമായ വ്യവസ്ഥകൾ നൽകുന്നു. ഒന്നാമതായി, ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. 2, അവന്റെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്യുക. 3, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക. 4, അവന്റെ ചട്ടങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുക. നാം അനുസരണത്തിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും വേണ്ടി നാം നിലകൊള്ളുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വ്യവസ്ഥകൾ നിറവേറ്റാൻ മുന്നോട്ട് വരിക. അനുസരണം തിരഞ്ഞെടുക്കുക. അവന്റെ ആരോഗ്യ അനുഗ്രഹം സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം, ആരോഗ്യം, അനുസരണം, കർത്താവിനോടുള്ള നന്ദി എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെടട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 6 അധ്യായം 2-3 വാക്യങ്ങൾ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 6 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.